നമ്മള് എക്സ്പെക്ടേഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. അപ്പൊ ഇതാണ് എക്സ്പെക്ടേഷന്റെ ഡെഫിനിഷൻ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മളെ ഉപയോഗിക്കുന്നത് ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, provided the summation or integral on the RHS is absolutely convergent. Okay. Let x be the number shown when an unbiased die is thrown once. Okay. X be the number shown. അപ്പൊ ഒരു അൺബയസ്ഡ് ഡൈ ത്രോ ചെയ്യുവാണ്. അൺബയസ്ഡ് ഡൈ എന്ന് പറഞ്ഞാൽ ഡൈയുടെ ഔട്ട്കം നമുക്കറിയാം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഷോൺ വെൻ ആൻ അൺബയസ്ഡ് ഡൈ ഈസ് ത്രോൺ. അപ്പൊ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? ഡൈ ത്രോ ചെയ്യുവാണ് അല്ലെ? അപ്പൊ ഏതൊക്കെ വാല്യൂസ് എടുക്കും? 1 2 3 4 5 6 ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. അൺബയസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അൺബയസ്ഡ് ഡൈ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി 1/6 തന്നെയാണ്. 1/6 1/6 1/6 1/6 1/6 1/6. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ അതിവിടെ എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് എക്സിനെ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ. എക്സിനെ എഫ് ഓഫ് എക്സ് കൊണ്ട് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് കൊണ്ട്, അപ്പൊ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 × 1/6 അപ്പൊ സിഗ്മയാണ്. അപ്പൊ എന്ത് വരും? 1 × 1/6 പ്ലസ് സിഗ്മ ആയതുകൊണ്ട് പ്ലസ്, അടുത്ത 2 × 1/6 പ്ലസ്, അടുത്തത് 3 × 1/6 പ്ലസ് 4 × 1/6 പ്ലസ് 5 × 1/6 പ്ലസ് 6 × 1/6. ഓക്കെ. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാത്തിനും നമ്മൾ 1/6 കോമൺ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് n × n+1/2 എന്നുള്ള ഫോർമുല ഇട്ടേക്കുന്നതാണ്. അതായത് 1 + 2 + etc. + n ഈക്വൽ ടു n × n+1/2. അപ്പൊ 6 × 7/2 അങ്ങനെ വരും. അപ്പൊ അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 7/2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ റേഞ്ച് എന്താണ്? 0 to 1. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. നോക്കിയേ, എക്സ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. എക്സ് ഇൻറ്റു. ഓക്കെ. ഇനി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എത്രയാണ്? 2x². അപ്പൊ 2x² dx ഈക്വൽ ടു 2 × ഇന്റഗ്രൽ 0 to 1 x³ dx ഈക്വൽ ടു 2 × x⁴/4 0 to 1. അപ്പൊ ഇത് ഈ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത് 1/2 × 1 - 0 ഈക്വൽ ടു 1/2 വരും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/2. പിന്നെ അപ്പൊ നോക്കിയേ, നമ്മളെ സിഗ്മ ഇന്റഗ്രേഷൻ ആണോ സമ്മേഷൻ ആണോ എന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ റേഞ്ച് നോക്കിയിട്ടാണ്. എക്സിന്റെ വാല്യൂസ് നോക്കുക. ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. 1 2 3 4 5 6 എന്നുള്ളത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ആണ്. അതേസമയം ഇവിടെ കണ്ടിന്യൂസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ? ഇതുപോലെ ഒരു ഇന്റർവെൽ ആണ്. 0 < x < 1. ഇങ്ങനെ ഒരു ഇന്റർവെല്ലിൽ തരുമ്പോൾ അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോ നമ്മളെപ്പോഴും ആദ്യം ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ നോക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ശരിക്കും അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ
എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് പറഞ്ഞിരുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. ആ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് മീൻ ഓഫ് ദി പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ പറയുവാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ പറയുവാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മള് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് ഇട്ടിരുന്ന ഫോർമുലയില് എക്സിന്റെ സ്ഥാനത്ത് എന്തിടുന്നു? ഫൈ ഓഫ് എക്സ് ഇടുന്നു. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് ഫൈ ഓഫ് എക്സ്. അതായത് നമ്മള് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിനെയാണ് നമ്മള് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ എക്സിന്റെ സ്ഥാനത്ത് ഫൈ ഓഫ് എക്സ് ഇടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ സിഗ്മ വിത്ത് ഇന്റഗ്രൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ തന്നേക്കുവാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 6. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് എന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് പ്ലസ് 2 ഫൈ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് എടുക്കുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 6, എക്സ് ഈക്വൽ ടു 1 2 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 6, എക്സ് ഈക്വൽ ടു 1 2 3. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് വരും? സിഗ്മ എക്സ് ഈക്വൽ ടു 1 2 3 എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ബൈ 6. ഓക്കെ, അപ്പൊ ആദ്യം എക്സിന് 1 ഇട്ടു. 1 ഇടുമ്പോ 1 പ്ലസ് 2 എക്സിന് ഇവിടെ 1 ഇടുമ്പോ 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 1. പിന്നെ അത് കഴിഞ്ഞ് എക്സിന് 2 ഇട്ടു. അപ്പൊ 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 2 പ്ലസ് എക്സിന് 3 ഇട്ടു. 3 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 3. അപ്പൊ 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു എഫ് ഓഫ് 1 എത്രയാ? എഫ് ഓഫ് എക്സ് എക്സ് ബൈ 6. അപ്പൊ എഫ് ഓഫ് 1 എന്താ? 1 ബൈ 6. എഫ് ഓഫ് 2 എന്താണ്? 2 ബൈ 6. എഫ് ഓഫ് 3 എന്താണ്? 3 ബൈ 6. കണ്ടോ? അപ്പൊ 1 പ്ലസ് എക്സ് ഈ ഫംഗ്ഷനില് നമ്മൾ ഇവിടെ ചെയ്ത എന്താന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനില് എക്സിന് 1ഉം 2ഉം 3ഉം ഇട്ടു. എന്നിട്ട് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സുമായിട്ട് നമ്മള് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ ഇതുകൂടെ ഒന്ന് പറയാം, കണ്ടിന്യൂസും കൂടെ ഒന്ന് പറയാം. കണ്ടിന്യൂസ് ആണ് തിരിച്ചറിഞ്ഞ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് റേഞ്ച് ഇങ്ങനെയാണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് 6x പ്ലസ് 3x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഫൈ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 6x പ്ലസ് 3x സ്ക്വയർ. അപ്പൊ ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് 2 ഇൻറ്റു 1 മൈനസ് എക്സ്. അപ്പൊ എന്ത് വരും? ഇതെങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് 2 എന്നുള്ള കോൺസ്റ്റന്റ് പുറത്തെടുത്തു. എന്നിട്ട് ഇന്റഗ്രൽ 0 to 1 6x പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഒന്നെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം, അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. അതിലും എളുപ്പം നിങ്ങൾക്ക് ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. കണ്ടോ? ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് സാധാരണ ഇന്റഗ്രേഷന്റെ ഫോർമുല ഇട്ടു. അപ്പൊ നമുക്കറിയാം എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അത് യൂസ് ചെയ്തു. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3, എക്സ് റേസ് ടു 4 എക്സ് ക്യൂബ്. ഓക്കെ, എക്സ് റേസ് ടു 3യുടെ ഇന്റഗ്രൽ എക്സ് റേസ് ടു 4 ബൈ 4. ഓക്കെ, അങ്ങനെ നമ്മള് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റ് ഇട്ടു. അപ്പൊ ആദ്യം ഇങ്ങനെ ഇന്റഗ്രൽ 0 to 1 ഇട്ട് കഴിഞ്ഞാൽ ആദ്യം 1ന്റെ വാല്യൂ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏത് വേരിയബിൾ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ വേരിയബിളിന്റെ ആദ്യം 1 ഇടുക.
അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് 1 ഇടുമ്പോ 6/2 3, പിന്നെ എക്സിന് 1 ഇടുമ്പോ 3/3 1, പിന്നെ ഇവിടെ എക്സിന് 1 ഇടുമ്പോ -3/4. അപ്പൊ ആദ്യം എക്സിന് 1 ഇട്ടിട്ട് പിന്നെ അത് കഴിയുമ്പോ സീറോയുടെ ലിമിറ്റ് ഇടാൻ നേരം ഇടയ്ക്കുള്ളത് മൈനസ് ആണ്. മൈനസ് എക്സ് 0 ഇടുമ്പോ ഇതെല്ലാം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവസാനം നമുക്ക് ആൻസർ 10/4 എന്ന് വരും. Suppose that the probability that the sets consisting of 1, 2, 3, 4 and 5 persons pay visit to an art gallery are 0.1, 0.5, 0.2, 0.07, 0.03 respectively. What is the expected number of persons per set? Okay, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് probability that sets consisting of 1, 2, 3, 4 and 5 persons pay a visit to an art gallery are തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് സംഭവം എന്താണ്, ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അപ്പൊ ആ ആർട്ട് ഗാലറിയിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റി 0.1 ഉണ്ടോ? ഒരാൾ ഒറ്റയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റി 0.1, 2 പേരായിട്ട് വരാനുള്ള പ്രോബബിലിറ്റി 0.5, ഓക്കെ, 3 പേരായിട്ട് വരാനുള്ള പ്രോബബിലിറ്റി 0.2, ഓക്കെ, 4 പേരായിട്ട് വരാനുള്ള പ്രോബബിലിറ്റി 0.07, ഓക്കെ, 5 പേരായിട്ട് വരാനുള്ള പ്രോബബിലിറ്റി 0.03. ഇതാണ് സംഭവം. അപ്പോ വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്? അപ്പൊ ഒരു സെറ്റിലെ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ്, എന്തിന്റെ എക്സ്പെക്ടേഷൻ ആണ്? നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്, നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. അപ്പൊ നമുക്കിവിടെ എക്സ്പെക്ടേഷൻ കാണണം. എന്തിന്റെ എക്സ്പെക്ടേഷൻ കാണണം? നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. അപ്പൊ എന്തിന്റെ എക്സ്പെക്ടേഷൻ ആണോ കാണാനുള്ളത് അതിനെ നമ്മള് എക്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? എഴുതിക്കോ. ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. അപ്പൊ എക്സിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാലോ. The PDF of x6, the PDF of x is, എക്സിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഏത് വരും? എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? 1, 2, 3, 4, 5. എഫ് ഓഫ് എക്സ് എന്ത് വരും? 0.1, 0.5, 0.2, 0.07, 0.03. ഈ എക്സ്പെക്ടേഷൻ കാണാൻ എളുപ്പമല്ലേ അല്ലേ? നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടാ പോരെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എടുത്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 ഇൻറ്റു 0.1 plus 2 into 0.5 plus 3 into 0.2 plus 4 into 0.07 plus 5 into 0.03. ഇങ്ങനെ വരും. ഇതിന്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ കൊടുത്തേക്കുന്നത് 2.23 എന്നാണ്. 2.23. അപ്പൊ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എ ബാലൻസ്ഡ് ഡൈ ഈസ് റോൾഡ്. If a person receives ₹10 when he scores even number of points and loses ₹8 when he scores odd number of points, how much money can he expect on the average in the long run? Okay. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെ എക്സ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഹൗ മച്ച് മണി, X is the money he obtained.
how much money can he expect on the average in the long run? കണ്ടോ ഇവിടുത്തെ വേരിയബിൾ എന്താണ്? മണിയാണ്. അപ്പൊ എഴുതിക്കോ, let x denote the money he obtains when a balanced die is rolled. അപ്പൊ ഇനി എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ? എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? എന്താ പറഞ്ഞേക്കുന്നത്? അയാൾ ബാലൻസ്ഡ് ഡൈ റോൾ ചെയ്യും, എന്നിട്ട് അയാൾക്ക് ഈവൻ നമ്പർ കിട്ടിയാൽ ₹10 കിട്ടും. ഓക്കെ, ഓഡ് നമ്പർ കിട്ടിയാൽ ₹8 അയാളുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോ എക്സ് ടേക്സ് വാല്യൂസ് ഏതൊക്കെയാ? 10 and 8 അല്ല, 10 and 10 ഇങ്ങോട്ട് കിട്ടും, 8 കയ്യിൽ നിന്ന് പോവുക ചെയ്യുന്നത്. അപ്പൊ 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ എടുക്കണം? -8. 10 and -8. Then x takes values 10 and -8 with the probability that x equal to 10. x 10 ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? x 10 ആവുന്ന എപ്പോഴാണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എപ്പോഴാ x 10 ആവുന്ന? ഈവൻ നമ്പർ. x 10 ആവുന്ന എപ്പോഴാ? ഒരു ബാലൻസ്ഡ് ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടുമ്പോ അല്ലെ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ when a balanced die is rolled. Probability of getting an even number when a balanced die is rolled. അപ്പൊ ഒരു ഡൈ ബാലൻസ്ഡ് ഡൈ എന്ന് വെച്ചാൽ അൺബൈസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ഡൈ റോൾ ചെയ്യുമ്പോ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. അതായത് 3/6 ഈക്വൽ ടു 1/2. ഇനി പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു -8. Probability that x equal to -8 equal to എന്താണ്? Probability of getting odd number when a balanced die is rolled. അതും എത്രയാണ്? 3/6 ആണ്. 3 odd numbers ഉണ്ട്, അതുകൊണ്ട് 3/6 1/2. അപ്പൊ നമുക്ക് ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് ഇൻറ്റു പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ്. നമുക്കറിയാം ഡിസ്ക്രീറ്റ് കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ probability that capital X equal to small x അല്ലേ? ഡിസ്ക്രീറ്റ് കേസില് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രീറ്റ് കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു എക്സ് എടുക്കുന്ന വാല്യൂ 10 ഇൻറ്റു അതിന്റെ പ്രോബിലിറ്റി 1/2 പ്ലസ് -8 ഇൻറ്റു 1/2. ആൻസർ എത്രയാ? 1 അല്ലേ? 1. ചോദിച്ചു. അതായത് നമ്മളെ എക്സ്പെക്ടേഷന്റെ ഫോർമുല എന്ന് പറഞ്ഞാല് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഡിസ്ക്രീറ്റ് കേസിൽ പി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ഡിസ്ക്രീറ്റ് കേസിലെ അത് നമ്മൾ സെക്കൻഡ് സെം അവസാനം പഠിച്ചത്. ഡിസ്ക്രീറ്റ് കേസിലെ പി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആണ്. ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് 10ഉം -8ഉം. എഫ് ഓഫ് എക്സ് അതിന്റെ വാല്യൂസ് 1/2 1/2. അപ്പൊ 10 ഇൻറ്റു 1/2 അല്ലെ? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കണ്ടോ? 10 ഇൻറ്റു 1/2 പ്ലസ് -8 ഇൻറ്റു 1/2. അടുത്ത ക്വസ്റ്റ്യൻ, 3 unbased coins are tossed. Find the expectation of the number of heads. ഇവിടെ എക്സ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? നമുക്ക് എന്താ കാണണ്ടേ? Find the expectation of number of heads. അതുകൊണ്ട് എക്സിനെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? എക്സ് denotes the number of heads obtained when 3 unbiased coins are tossed. എക്സ് ഡിഫൈൻ ചെയ്തു. എക്സിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വേണം. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ്? x is the number of heads obtained when 3 unbiased coins are tossed. X takes value 0 1 2 3 ആണ്. നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവാം, അതായത് 3ഉം ടെയിൽ ആവാം. പിന്നെ 1 ആവുമ്പോ ഒരു ഹെഡും 2 ടെയിലും. അങ്ങനെ എക്സ് എടുക്കുന്ന വാല്യൂസ് 0 1 2 3 ആണ്. എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞേ ബൈനോമിയൽ അല്ലേ? ബൈനോമിയൽ അല്ലേ ഇത്? അതായത് നമ്പർ ഓഫ് സക്സസസ്
obtained in n trials. കണ്ടോ? നമ്പർ ഓഫ് സക്സസസ് ഒബ്റ്റെയിൻഡ് ഇൻ n ട്രയൽസ് ആയി മാറിയത് കണ്ടോ? ബൈനോമിയലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈനോമിയൽ അല്ലാതെ എഴുതാം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ബൈനോമിയൽ വളരെ എളുപ്പമായിട്ട് നമ്മൾ ഇത്രയും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എല്ലാം കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബൈനോമിയൽ വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? then എഴുതിക്കോ, then x follows binomial distribution with parameters. n-ന്റെ വാല്യൂ എത്രയാ? n 3, p എത്രയാ? അൺബയസ്ഡ് പോയിന്റ് ആണ്. അൺബയസ്ഡ് പോയിന്റ് ആണ്. n 3 ആണ്. അൺബയസ്ഡ് പോയിന്റ് ആയതുകൊണ്ട് p ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പൊ x follows b 3 1/2. x follows b 3 1/2. x follows binomial distribution with parameters 3 and 1/2. f of x എന്താണ്? ncx, അതായത് 3cx 1/2 raised to x 1/2 q p raised to x q raised to n minus x. n എത്രയാ? 3. അപ്പൊ 3cx into 1/2 raised to 3 എന്ന് വരും. 1/2 raised to 3. x-ന്റെ വാല്യൂ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന x-ന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1 to etc. up to n. 0, 1 to etc. up to n. അതുകൊണ്ട് ഇവിടെ x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈനോമിയൽ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ നേരെ NB എഴുതാം. 3 into 1/2 equal to 1.5. x denotes the number of failures preceding the first success in an indefinite series of independent trials with the constant probability of success p. Find expectation of x. X denotes the number of failures preceding the first success. Distribution identify ചെയ്യാമോ? x ഇവിടെ x എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് പറയാം. അത് ആദ്യം തിരിച്ചറിയേ. ഇവിടെ x ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? അതായത് ഇവിടെ എന്താണ്? x denotes the number of failures preceding the first success in an indefinite series of independent trials with the constant probabilities of success p എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് നമുക്കൊരു ട്രയൽ ഉണ്ട്. ആ ട്രയലിന് സക്സസ് ഉണ്ട്, ഫെയിലിയർ ഉണ്ട്. അപ്പോ നമ്മൾ ഒരു പ്രാവശ്യം ആ ട്രയൽ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സക്സസ് കിട്ടാം അല്ലെങ്കിൽ ഫെയിലിയർ കിട്ടാം. അപ്പോ ഈ എക്സ് ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യത്തെ സക്സസിന് മുമ്പ് കിട്ടുന്ന നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ് എക്സ്. അതായത് ഇവിടെ നമ്മള് സക്സസ് കിട്ടുന്നിടം വരെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഉറപ്പാണ്. ഫസ്റ്റ് സക്സസ് കിട്ടുന്നിടം വരെ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് എക്സ് ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്, ഇത് എക്സ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നാണ്. ഇവിടെ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? അതെ, ഡിസ്ക്രീറ്റ് ആണ്. കാരണം ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ആദ്യം തന്നെ സക്സസ് കിട്ടിയാൽ എക്സ് എന്താണ്? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ് എന്താണ്? ആദ്യം കിട്ടുന്നത് തന്നെ സക്സസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 0 അല്ലേ? ആദ്യം തന്നെ സക്സസ് കിട്ടിയാൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 0. രണ്ടാമത് സക്സസ് കിട്ടിയാൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 1. മൂന്നാമത് സക്സസ് കിട്ടിയാൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 2. അങ്ങനെ 0, 1, 2 എക്സെട്ര അപ് ടു ഇൻഡെഫിനിറ്റ് ആണ്. എപ്പോ സക്സസ് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ എക്സ് ടേക്സ് വാല്യൂ 0, 1, 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ ഡിസ്ട്രിബ്യൂഷൻസ് ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരും? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരും? അത് തന്നെ, ജോമെട്രിക് ആണ്. ഓക്കെ, അപ്പോ ജോമെട്രിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് അതാണ് നിങ്ങൾ അതായത് ബൈനോമിയൽ. ഇവിടെയും ബെർണോളി ട്രയൽ ആണ്. ബെർണോളി ട്രയൽ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അതായത് സക്സസ് ഫെയിലിയറിന് നമ്മൾ തിരിക്കുന്നു. അപ്പോ എന്നിട്ട് കോൺസ്റ്റന്റ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക
ദിസ് ഇസ് എ ബെർണോളി ട്രയൽ. അപ്പൊ ബെർണോളി ട്രയലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ബൈനോമിയലും ജോമെട്രിക്കുമാണ്. ബൈനോമിയൽ ആണെങ്കിൽ നമ്പർ ഓഫ് സക്സസസ് ഒബ്റ്റൈൻഡ് ഇൻ n ട്രയൽസ് ആണ്. ജോമെട്രിക് ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. ഈ കേസിലാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഇപ്പൊ ആരും എഴുതണ്ട. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് q⁻x into p എന്ന് വരും. x ഈക്വൽ ടു നമുക്ക് ജോമെട്രിക്, നിങ്ങൾ ഇത് ഓർക്കുന്ന ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടൈപ്പ്, എഫ് ഓഫ് എക്സ് ഈക്വൽ q⁻x into p. അപ്പൊ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ് ആവാം. അപ്പൊ നമ്പർ ഓഫ് ട്രയൽസ് ആണെങ്കിൽ geometric distribution second kind വരും, q⁻x-1 into p x equal to 1 2 etc. നമുക്ക് എന്താ കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നോട്ട് എടുത്തിട്ട് ആ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചേക്കുന്നത് നോക്കി, അല്ലെങ്കിൽ നോക്കാതെ ആണെങ്കിലും നിങ്ങൾ അത് ഇവിടെ എഴുതുക കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മള് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനെ കണ്ടുവച്ചിട്ടുണ്ട്. ഡോക്ടർ advises a patient to go on a particular diet for 2 weeks, considering the body weight he lose lie between 5 kilogram and 10 kilogram. All felt equally likely. Find the expected loss of weight. അപ്പൊ നോക്കിയ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് ഒരു വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡയറ്റ് പറഞ്ഞേക്കുവാണ്. ഓക്കെ, എന്നിട്ട് പറഞ്ഞേക്കുന്നത് അയാൾക്ക് 5 to 10 kg അയാൾക്ക് ലൂസ് ചെയ്യും. ആ ഡയറ്റ് ഫോളോ ചെയ്താല് അയാൾക്ക് ഒരു പർട്ടിക്കുലർ പീരിയഡില് 5 to 10 kg അയാൾക്ക് ലൂസ് ചെയ്യും. ഈ 5 തൊട്ട് 10 വരെ kg ലൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എല്ലാ ഫുൾ ലെങ്തില് ഈക്വലി ലൈക്ലി ആണ്. അതായത് ഒരു വാല്യൂവിനും പ്രത്യേക സാധ്യത കൂടുതലില്ല. 5 to 10 റേഞ്ചിൽ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ഈക്വൽ ചാൻസ് ആണ്. നമുക്ക് കാണേണ്ടത് എക്സ്പെക്ടഡ് ലോസ് ഓഫ് വെയിറ്റ് ആണ്. അപ്പൊ ഇവിടെ എക്സ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? എക്സിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ എക്സ്പെക്ടഡ് ലോസ് ഓഫ് വെയിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? നമുക്കിവിടെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്ടഡ് ലോസ് ഓഫ് വെയിറ്റ് ആണ്. എക്സ്പെക്ടഡ് ലോസ് ഓഫ് വെയിറ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് ഇവിടുത്തെ വേരിയബിൾ എന്താണ്? വേരിയബിൾ എന്താണ്? ഇതാണ്. എന്താണ്? ലോസ് ഓഫ് വെയിറ്റ്. കണ്ടോ? വേരിയബിൾ എന്താണ്? ലോസ് ഓഫ് വെയിറ്റ്. അപ്പൊ എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ലെറ്റ് എക്സ് ഡിനോട്ട് the weight he loses in 2 weeks. അപ്പൊ എന്താണ്? എക്സ് ഫോളോസ്, എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറയും. എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? കൺസിഡറിങ് ദ വെയിറ്റ് ഹി ലൂസസ് ടു ലൈ ബിറ്റ്വീൻ 5 kilogram and 10 kilogram, all felt equally likely. Consider the weight he loses to lie between 5 kilogram and 10 kilogram, all felt equally likely. അപ്പൊ ഇവിടെ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറയും. എക്സ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? അതാദ്യം പറഞ്ഞു. കണ്ടിന്യൂസ് ആവുന്നു. എന്തുകൊണ്ടാണ്? ഇയാളുടെ വെയിറ്റ് 5 തൊട്ട് 10 വരെ kgയിൽ എത്ര വേണമെങ്കിലും കുറയാം. 5 കഴിഞ്ഞാൽ 6 ആണോ കുറയുക? ഇന്ന് 5 കിലോ കുറഞ്ഞു, 2 ദിവസം കഴിയുമ്പോ പിന്നെ 6 കിലോ കുറയുന്നു, അങ്ങനെയാണോ? അല്ല. 5 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് 5ന്ന് കുറേശ്ശെ താഴ്ന്ന് പോകുന്നു. അപ്പോ എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് എക്സ് ടേക്സ് വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ് എടുക്കും? 5 തൊട്ട് ബിറ്റ്വീൻ 5 and 10, 5 to 10. ഓക്കെ, അത് തന്നെ. അപ്പോ 5 to 10 ഓൾ ഫെൽറ്റ് ഈക്വലി ലൈക്ലി. അപ്പൊ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ടേക്സ് വാല്യൂസ് ഫ്രം 5 to 10, ഓൾ ഫെൽറ്റ് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനില് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് എല്ലാ പോയിന്റ്സിലും ഈക്വൽ പ്രോബബിലിറ്റി വരിക? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങള്?
Uniform, uniform distribution. Uniform distribution continuous. Then X is a continuous random variable taking values in the interval 5, 10 with equal probability. That is, X follows uniform distribution in the interval 5, 10. Rectangular distribution ഒരു പേര് കൂടെ ഉണ്ട്. അതായത് X follows rectangular distribution in the interval 5, 10. F of X എന്താണ്? UAB യുടെ F of X എന്താണ്? UAB യുടെ F of X. F of X equal to 1 by B minus A less than equal to X less than equal to B. അതന്നെ 1 by B minus A. ഇവിടെ എന്ത് വരും? F of X equal to 1 by 10 minus 5 equal to 1 by 5. 1 by 5. 5 less than or equal to X less than or equal to 10. F of X ന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാ? ഇന്റഗ്രൽ 5 to 10 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എത്രയാ? 1 by 5 dx. 1 by 5 into integral 5 to 10 x dx. 1 by 5 into x square by 2. Integral x in the integral x square by 2. 5 to 10 equal to 1 by 10 into 100 minus 25 equal to 75 by 10 വരും. Equal to 7.5. അതന്നെ. അപ്പൊ ഇയാളുടെ ആവറേജ് വെയിറ്റ് ലോസ് 7.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The distribution function of a continuous random variable x is given by capital F of x equal to when x less than or equal to 0, x square by 4 when 0 less than or equal to x less than or equal to 1, 1 by 2 into x minus half when 1 less than or equal to x less than or equal to 2, 1 by 2 into 3x minus x square by 2 minus 5 by 2 when 2 less than or equal to x less than or equal to 3 and 1 when x greater than or equal to 3. Find expectation of x. ഇവിടെ എക്സ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ PDF കണ്ടു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് നോക്കിയാൽ മതി. രണ്ട് സ്ഥലത്തും ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇപ്പോ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. എന്താണേലും ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടിന്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് ഇപ്പൊ ആരും ഇതുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇത് ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പക്ഷെ ഇവിടെ തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് അല്ല, നമുക്ക് തന്നേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ കണ്ടിന്യൂസ് കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് PDF കിട്ടുക? കണ്ടിന്യൂസ് കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് PDF കണ്ടുപിടിക്കാൻ പറ്റുക? അത് തന്നെ, ഡിഫറൻഷിയേറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസ് കേസിൽ മാത്രമാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി PDF എഴുതാം. PDF എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആ ഓരോ റേഞ്ചിലെയും എഫ് ഓഫ് എക്സിനെ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പൊ ഈ 0 to 1 എന്നുള്ള റേഞ്ച് വരുമ്പോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്നാ 2x by 4 ആണ്. അപ്പൊ എന്ത് വരും? x by 2 when 0 less than or equal to x less than or equal to 1. ഇനി രണ്ടാമത്തെ റേഞ്ച് വരുമ്പോ 1 by 2 into x minus half ആണ്. അപ്പൊ 1 by 2 into ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് വരും? 1 by 2 into x minus halfന്റെ ഡെറിവേറ്റീവ് എന്നതാ 1 by 2 when 1 by 2 when 1 less than or equal to x less than or equal to 2. ഓക്കെ, ഇനി 2 less than or equal to x less than or equal to 3 ലെ ഡെറിവേറ്റീവ് എന്നതാ 1 by 2 into 3 minus x square by 2 ന്റെ ഡെറിവേറ്റീവ് എന്നാ 2x by 2. അതായത് x 3 minus x എന്ന് വരും. 2 less than or equal to x less than or equal to 3.
ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 1ന്റെ ഡെറിവേറ്റീവ് എന്നതാണ്. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സ്മോൾ എഫ് ഓഫ് എക്സ് എന്നതാണ് 0 elsewhere. 0 elsewhere. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടുക. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇവിടെ എഫ് ഓഫ് എക്സ് 3 റേഞ്ച് ഉണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഫോർമുലയാണ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുലയാണ്. ഇവിടെ ഓരോ റേഞ്ചിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. അപ്പോ ആ റേഞ്ചിലെ ഓരോ എഫ് ഓഫ് എക്സിനെ നമ്മള് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഒറ്റ റേഞ്ച് ഉള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് 0 to 1 എന്നുള്ള റേഞ്ച് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഈ 0 to 1 എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ഡി എക്സ് എഴുതിയാൽ മതി. പക്ഷെ എഫ് ഓഫ് എക്സ് നമുക്ക് 3 റേഞ്ചിൽ തന്നിരിക്കുന്നതുകൊണ്ട് 3 റേഞ്ചിലും എഫ് ഓഫ് എക്സിനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനായിട്ട് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് ഈ 3 റേഞ്ചിലും ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ഉണ്ട് അല്ലെ, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2 x into 1 by 2 dx, x into 1 by 2 dx plus integral 2 to 3 x into 1 by 2 into 3 minus x dx. അപ്പൊ ഇത് 18 by 12 എന്ന് വരും. 18 by 12 അതായത് 3 by 2. എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിലെ PDF എഫ് ഓഫ് എക്സ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് എന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും ആക്ച്വലി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. എക്സ്പെക്ടേഷൻ ഈ ഫൈ ഓഫ് എക്സിന് വരെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇട്ടാൽ നമുക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, നമ്മൾ വേരിയൻസ് ഒക്കെ കാണാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഒക്കെ കണ്ടില്ലേ അത്. അപ്പൊ ഇനി നമ്മള് ഫംഗ്ഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ് ആണ്. 2 റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാല് നമുക്കിവിടെ നല്ല എളുപ്പമാണ്. ഇതിന്റെ കൂടെ ഞാനിപ്പോ ഇതിന്റെ കൂടെ ഈ ഫൈ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഒരു റാൻഡം വേരിയബിൾ കൂടെ വരും, വൈ എന്നൊരു റാൻഡം വേരിയബിൾ കൂടെ വരും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സിന് പകരം എക്സ് വൈ എന്ന് വരും. അപ്പോ നമുക്കറിയാം സിഗ്മ വിത്ത് 2 വേരിയബിൾ ഉണ്ട്. അപ്പൊ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതിന് പകരം എന്ത് വരും? സിഗ്മ വിത്ത് റെസ്പെക്ട് അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ എങ്ങനെ വരും? ഫൈ ഓഫ് എക്സ് വൈ എങ്ങനെ വരും? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് വൈ, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ. അല്ലെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ, ഡി വൈ ഡി എക്സ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് എക്സ് ആൻഡ് വൈ ആർ റാൻഡം വേരിയബിൾസ് with joint PDF f of xy equal to 1 by 3 when xy equal to 0 0 0 1 or 1 1 and 0 elsewhere. Find expectation of x minus 1 by 3 into y minus 2 by 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 1 by 3 ഇൻറ്റു വൈ മൈനസ് 2 by 3 ആണ്. അപ്പൊ നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒറ്റ റാൻഡം വേരിയബിളേ ഉള്ളൂ. ഇവിടെ 2 റാൻഡം വേരിയബിൾ ഉണ്ട്. ആ 2 റാൻഡം വേരിയബിളും ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് പറഞ്ഞേ? ഡിസ്ക്രീറ്റ് ആണ്. കണ്ടോ? എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാ? എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? എക്സ് 0 ഉം 1 ഉം എടുക്കും, വൈയും 0 ഉം 1 ഉം എടുക്കും.
ഓക്കെ. അപ്പൊ എക്സും വൈയും എടുക്കുന്ന ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. അപ്പൊ രണ്ട് വേരിയബിൾസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് സമ്മേഷൻ ഇടുക. ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സമ്മേഷൻ, കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ഇന്റഗ്രൽ. ഓക്കെ, രണ്ട് സമ്മേഷൻ ഇടുക. എക്സ് മൈനസ് 1/3 ഇൻറ്റു y മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. നോക്കിയേ, അതായത് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ എന്താന്നാ പറഞ്ഞത്? ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈ ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്തുള്ളതാണ് ഇത്. എക്സ് മൈനസ് 1/3 ഇൻറ്റു വൈ മൈനസ് 2/3. അപ്പൊ ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താണ് എക്സ് വൈ എന്നുള്ള പെയറിന്റെ എല്ലാ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. 0 0 0 1 1 1. അപ്പൊ എക്സിന് 0 വൈക്ക് 0, എക്സിന് 0 വൈക്ക് 0 കൊടുക്കുമ്പോ 0 മൈനസ് 1/3 ഇൻറ്റു 0 മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് 0 0. ഓക്കെ, ഈ എക്സ് വൈ എന്നുള്ള പേര് അടുത്ത വാല്യൂ എത്രയാ? പ്ലസ് 0 1 എന്ന് പറയുമ്പോ 0 മൈനസ് 1/3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 1 മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് 0 1 പ്ലസ് 1 1 എന്ന് പറയുമ്പോ എന്താണ്? 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് 1 1. അതായത് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തേക്കുന്നത് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നാണ്. ഓക്കെ, അപ്പൊ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് 1/3 ഇൻറ്റു വൈ മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി എക്സ് വൈ എന്നുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ പെയർ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എഫ് ഓഫ് എന്താണ് ഈ എക്സ്പ്രഷനിൽ എക്സ് വൈക്ക് ആദ്യം 0 0 കൊടുത്തു, പിന്നെ 0 1 കൊടുത്തു, പിന്നെ 1 1 കൊടുത്തു. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 0 മൈനസ് 1/3, ആദ്യം 0 0 കൊടുത്തു, പിന്നെ 0 1 കൊടുത്തു, പിന്നെ 1 1 കൊടുത്തു. ഇത്രയും ഓക്കെ ആണോ? ഈക്വൽ ടു, ഇനി നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്യുക. അപ്പൊ മൈനസ് 1/3 ഓക്കെ ചെയ്തു. മൈനസ് 1/3 ഇൻറ്റു മൈനസ് 2/3 ഇൻറ്റു എഫ് ഓഫ് 0 0 എന്ന് പറഞ്ഞാല് ഈ എല്ലാ പെയേഴ്സിനും എഫ് ഓഫ് എക്സ് വൈ എത്രയാ? എല്ലാ പെയേഴ്സിനും എഫ് ഓഫ് എക്സ് വൈ 1/3 ആണ്. ഓക്കെ, അപ്പം മൈനസ് 1/3 ഇൻറ്റു മൈനസ് 2/3 ഇൻറ്റു 1/3 പ്ലസ് മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 2/3. 1 മൈനസ് 2/3 എത്രയാ? 1/3 ഇൻറ്റു 1/3 പ്ലസ് അടുത്തത് 2/3 ഇൻറ്റു 1/3 ഇൻറ്റു 1/3 ഈക്വൽ ടു 1/9. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്ടേഷൻ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പ്ലസ് ബി. ഉണ്ടാവും. അപ്പൊ ഇത് എക്സ് ഇവിടെ ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. എക്സ് ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസോ ആവാം. അപ്പൊ നമുക്ക് സമ്മേഷനോ ഇന്റഗ്രലോ ഏതെങ്കിലും ഒന്ന് ഇടണമല്ലോ. ഇവിടെ കണ്ടിന്യൂസിന് വേണമെങ്കിലും എടുക്കാം, ഡിസ്ക്രീറ്റിന് തന്നെ എടുക്കണമെന്നില്ല, കണ്ടിന്യൂസിന് വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മള് സമ്മേഷനോ ഇന്റഗ്രൽ ഏതെങ്കിലും ഒന്ന് ഇടേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ഇതെന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ എന്തിന്റെ ആണോ എക്സ്പെക്ടേഷൻ കാണുന്നത് ആ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യുക. അത്രേ ഉള്ളൂ. ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ. അതുകൊണ്ട് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് വേരിയബിൾ ആണ്, രണ്ടെണ്ണം വന്നേനെ. അപ്പൊ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എഫ് ഓഫ് എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു
നോക്കി ഇനി നമ്മൾ സമ്മേഷനകത്തേക്ക് കൊടുക്കുന്നു. സമ്മേഷനകത്തേക്ക് കൊടുക്കുമ്പോൾ ഈ കോൺസ്റ്റന്റ് വെളിയിൽ എടുക്കും സമ്മേഷന്റെ. അപ്പൊ എ ഇൻറ്റു സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു സമ്മേഷനകത്തേക്ക് കൊടുക്കുമ്പോൾ ബി ഇൻറ്റു ഇനി എന്ത് ചെയ്യുന്നു, സമ്മേഷൻ കോൺസ്റ്റന്റ് വെളിയിൽ എടുത്തിട്ട് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ്. എ ഇൻറ്റു എഫ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് എന്താണ്, നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവാനായിട്ട് എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവാനായിട്ട് രണ്ട് കണ്ടീഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ 0 and 1, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് 1 ആയതുകൊണ്ട് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് ഈ ഇത് കിട്ടി, എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പ്ലസ് ബി. ഓക്കെ, അപ്പൊ ഈ ഇതിന്റെ സ്പെഷ്യൽ കേസസ്, കൊറോളറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യൽ കേസസ്. ഇപ്പൊ ഇവിടെ ബി 0 ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് 2x² ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x², അങ്ങനെ എഴുതും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഈസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ഈസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് ഈസ് കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ്. ഓക്കെ, ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ്. അപ്പൊ നമ്മൾ ഇവിടെ ഏതാ യൂസ് ചെയ്യേണ്ടത്, എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ യൂസ് ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം ദിസ് ഈസ് നമ്മളിപ്പോ ഇവിടെ കണ്ടിന്യൂസ് എടുത്തേക്കുന്നതുകൊണ്ട് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ dy dx. Integral with respect to x, integral with respect to y, phi of xy into f of xy dy dx. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈ പറയണം, ജെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ നമുക്ക് എഫ് ഓഫ് ജെ പി ഡി എഫിൽ നിന്ന് നമുക്ക് മാർജിനൽ കിട്ടും. ഓക്കെ, ജെ പി ഡി എഫ്. അപ്പൊ നമുക്ക് ഈ എക്സ് വൈ എന്നുള്ള റാൻഡം വേരിയബിളിന്റെ ജെ പി ഡി എഫ് ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്, എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് ജോയിൻ പി ഡി എഫിൽ നിന്ന് നമ്മൾ എക്സിന്റെ പി ഡി എഫ് എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ മാർജിനൽ പി ഡി എഫ് എന്ന് പറയുക. ജോയിൻ പി ഡി എഫിൽ നിന്ന് എക്സിന്റെ പി ഡി എഫ് എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ മാർജിനൽ പി ഡി എഫ് എന്ന് പറയുക. അപ്പൊ മാർജിനൽ പി ഡി എഫ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് F1x എന്നാണ്. ഓക്കെ, അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പി ഡി എഫ് ഓഫ് വൈ വേണം. ഈ പി ഡി എഫ് ഓഫ് വൈ നമുക്കുള്ളത് ജോയിൻ പി ഡി എഫ് ആണ്. ആ ജോയിൻ പി ഡി എഫിൽ നിന്ന് പി ഡി എഫ് ഓഫ് വൈ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഓഫ് വൈ. അപ്പൊ അതിന് നമ്മൾ F2y എന്ന് എടുക്കും. ഏതാ നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജോയിൻ പി ഡി എഫിൽ നിന്ന് മാർജിനൽ വൈയുടെ പി ഡി എഫ് എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് വിളിക്കുന്നത് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ എന്നാണ്, ഡിനോട്ട് ചെയ്യുന്നത് F2y ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാർജിനൽ പി ഡി എഫ് ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ മാർജിനൽ പി ഡി എഫ് എന്താണെന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോ മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
നമുക്കറിയാം ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. ഓക്കെ, അതുപോലെ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ്. ഇത് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണിത്. സെക്കൻഡ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പൊ മാർജിനൽ പി ഡി എഫിന്റെ ഫോർമുല എഴുതി. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് മാർജിനൽ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് മാർജിനൽ ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈയെ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് മാർജിനൽ ഓഫ് വൈ. എഫ് ഓഫ് എക്സ് വൈയെ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് മാർജിനൽ ഓഫ് വൈ. ഇത് മനസ്സിൽ വെക്കുക. എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് മാർജിനൽ ഓഫ് എക്സ്. ഇഫ് വി ഇന്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് മാർജിനൽ ഓഫ് വൈ. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ ഫംഗ്ഷൻ ഓഫ് ടു റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എന്താണ്? ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആണ്. അപ്പൊ ഫൈ ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് വി ഹാവ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എഫ് ഓഫ് എക്സ് വൈയെ രണ്ട് സ്ഥലത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എഫ് ഓഫ് എക്സ് വൈയെ രണ്ട് സ്ഥലത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മള് ഈ ഇന്റഗ്രല് ഓരോ ഈ രണ്ട് സം കിട്ടി. ഇതിന്റെ അകത്ത് ഓരോ ടേമിനും നമ്മൾ ഈ ഇന്റഗ്രൽ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇന്റഗ്രൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ ആദ്യം വരുന്ന ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈസ് എ കോൺസ്റ്റന്റ്. വെൻ വി ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് ഈസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നിട്ട് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോ വി ടേക്ക് എന്ത് വരും? എക്സ് വൈയുടെ ഇന്റഗ്രലിന് വെളിയിൽ വരും. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എഫ് ഓഫ് എക്സ് വൈ. അതുപോലെ ഇവിടെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം എഴുതി, എന്നിട്ട് ഈ വൈയെ എക്സിന്റെ ഇന്റഗ്രലിന് വെളിയിലേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് എഴുതി. അപ്പൊ നമുക്കറിയാം ദിസ് ഈസ് എഫ് വൺ എക്സ്, ദിസ് ഈസ് എഫ് വൺ എക്സ് ആൻഡ് ദിസ് ഈസ് എഫ് ടു വൈ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ എക്സ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ വൈ ഇൻറ്റു എഫ് ടു വൈ ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇത് എപ്പോഴും ട്രൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓൾവേസ് ഓൾവേസ് എപ്പോഴും ഇത് ട്രൂ ആണ്. രണ്ട് റാൻഡം വേരിയബിൾസിന്റെ ആണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത്. വി ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ടു കെ റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ n റാൻഡം വേരിയബിൾസ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x1 plus x2 plus extra plus xk is expectation of x1 plus expectation of x2 plus etc plus expectation of xk. Expectation of x plus y equal to expectation of x plus expectation of y always. But expectation of xy equal to expectation of x into expectation of y when x and y are independent. X and y independent ആവുമ്പോൾ മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. Expectation of xy equal to expectation of x into expectation of y only when x and y are independent. Only when x and y are independent. Okay. അപ്പൊ അത് ഓർത്തിരിക്കുക. Expectation of x plus y equal to expectation of x plus expectation of y always, but expectation of xy equal to expectation of x into expectation of y only when x and y are independent. Okay. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ നമുക്കറിയാം ഇത് ഫംഗ്ഷൻ ഓഫ് ടു റാൻഡം വേരിയബിൾസ് ആണ്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ടു റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമ്മളിവിടെ ഡിസ്ക്രീറ്റ് എന്ന് എടുത്തേക്കുന്നത്. അതുകൊണ്ട് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു f of xy. Sigma with respect to x, sigma with respect to y, phi of xy into f of xy. Okay.
അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ഇവിടെ പിന്നെ കാണിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് വൈയും ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ജോയിൻ PDF-ൽ നിന്ന് എഴുതുന്ന മാർജിനൽ PDF ആണ് ഇവിടെ എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു F1x ആണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ആവശ്യമുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ആണ് ശരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ജോയിൻ PDF-ൽ നിന്ന് കണ്ടുപിടിക്കുന്ന വൈയുടെ PDF ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് മാർജിനൽ PDF ഓഫ് വൈ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ F2y. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു F1x ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു F2y ആണ്. അപ്പോ നമുക്കറിയാം മാർജിനൽ PDF ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാർജിനൽ PDF ഓഫ് എക്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് സം ചെയ്താൽ വി ഗെറ്റ് F1x. അതുപോലെ എഫ് ഓഫ് എക്സ് വി സം വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് F2y. ഓക്കെ, ഇനി നമ്മള് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. Now we are starting with expectation of xy. Expectation of xy എന്താണ്? ഇവിടെ x and y are independent എന്ന് തന്നിട്ടുണ്ട്. x and y are independent ആയതുകൊണ്ട് f of xy is f1x into f2y. ഇത് നമ്മൾ കഴിഞ്ഞ സെമി പഠിച്ചതാണ്. f of xy is f1x into f2y. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് xy എന്താണ്? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ xy into f of xy. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുലയാണ്. Expectation of phi of xy is sigma with respect to x, sigma with respect to y, phi of xy into f of xy. ആ ഫോർമുലയിലെ phi of xy യുടെ സ്ഥാനത്ത് x into y ഇട്ടതാണ് ഈ കാണുന്നത്. ഓക്കെ, f of xy എന്ന് പറഞ്ഞാൽ എന്താണ്? F1x into F2y. f of xy എന്ന് പറഞ്ഞാൽ F1x into F2y. ഓക്കെ, ഇപ്പൊ that is equal to എന്താണ്? നമ്മള് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മള് ഈ വൈയുടെ സമ്മേഷന്റെ അകത്തുനിന്ന് എക്സിന്റെ ടേംസ് വെളിയിലെടുത്തു. അപ്പൊ എക്സും F1x വെളിയിൽ പോയി. അത് കഴിഞ്ഞ് അപ്പൊ സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു F2y. അപ്പൊ നമുക്കറിയാം ദിസ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ വെൻ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. പക്ഷെ തിരിച്ചുള്ളത് ശരിയല്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണെങ്കിൽ എക്സും വൈ ഇൻഡിപെൻഡന്റ് ആണെന്ന് അർത്ഥമില്ല. അതിൻ്റെ ഉള്ളൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഈ എഫ് ഓഫ് എക്സ് വൈ എന്താന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് മാർജിനൽ കണ്ട് ചെയ്യണം. അതിലപ്പുറം നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. ട്രൂ എന്ന് പറഞ്ഞാല് ഈ എക്സാമ്പിൾ എടുത്ത് കാണിക്കുക. അതിന് വേറെ തിയറി ഇല്ല.